എല്ലാവർക്കും വേണ്ട വിശേഷം സോന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് എടുത്തുള്ളൂ. അങ്ങനെ 10 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് UK പോരുവാണ്. സന്തോഷമുള്ളൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വിഷുവാണ്. അപ്പം നമ്മുടെ ഹിന്ദു സമാജത്തിന് തന്നെ വിഷു സെലിബ്രേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നിന്നാണ് പോരുന്നത്, ടെർമിനൽ 3. അപ്പം നമ്മുടെ ഓരോ പ്രാവശ്യവും നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുമ്പോഴത്തേനും അതിൽ വെച്ചിരിക്കുന്ന ചെടികളും പൂക്കളും കാണുന്നതാണ് ഏറ്റവും സന്തോഷം. അവർ സോളാർ പാനൽ വെച്ചിട്ട് അതുകൊണ്ടുള്ള എനർജി കൊണ്ടാണ് എയർപോർട്ടിലെ പകുതി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ ഫസ്റ്റ്, അതായത് 18 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഉള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടും ഇന്നത്തെ എയർപോർട്ടും കാണുമ്പോൾ എന്താ പറയുക, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെയുണ്ട്, അത്രയ്ക്കും വ്യത്യാസമാണ്. അപ്പം എൻ്റെ കസിൻ വിഷ്ണുവാണ് നമ്മളെ കൊണ്ടുവിട്ടത് എയർപോർട്ടിൽ കേട്ടോ. വളരെ സേഫായിട്ട് സ്മൂത്തായിട്ട് അവൻ ഡ്രൈവ് ചെയ്തു. അപ്പം 10 ദിവസം വളരെ പെട്ടെന്ന് കടന്നുപോയി. പക്ഷേ ചൂടുള്ളത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു പോരണം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഒത്തിരി സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മെയിൻ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഇംപ്ലാന്റ് ചെയ്യാനായിരുന്നു. അത് നടന്നു, കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഗുരുവായൂരമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, വടക്കുന്നാഥൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദിയോഗി, അത് അത്രയും കാര്യങ്ങൾ സാധിച്ചു. അപ്പം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ആനക്കുട്ടന്മാരുടെയൊക്കെ അടുത്തൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ തന്നെയാണ് തിരിച്ചു പോരുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്തു. ആ ചേച്ചി ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ലിഫ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ ചേച്ചീനെ കൊണ്ട് ലിഫ്റ്റൊന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടോ. പക്ഷേ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ചേച്ചി. അപ്പം നമ്മൾ ചേച്ചിക്ക് ഒരു വിഷുക്കൈ നേട്ടമായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തു. ചേച്ചി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ചേച്ചി അതിലൊക്കെ നടന്നു വന്നപ്പം നമ്മുടെ ഫോട്ടോയൊക്കെ ചേച്ചി എടുത്തു തന്നതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എല്ലാവരുടെയും മുഖത്തൊരു തെളിച്ചമൊക്കെ കാണാൻ, ഒരു തണുപ്പൊക്കെ കിട്ടിയതിൻ്റെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ നമ്മുടെ എയർപോർട്ടിൻ്റെ ലോഞ്ചില്ലേ അവിടെ കയറിയിരുന്നു. അപ്പം അവിടെ നമ്മുടെ എല്ലാ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉൾപ്പെടെയായിരുന്നു. നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയതും, ഇഡ്ഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ് എല്ലാം ഉണ്ടായിരുന്നു. സെയിം ടൈമിൽ നമ്മുടെ നഗറ്റ്സ്, സോസേജ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ എന്നുള്ള രീതിയിലാണ് കഴിച്ചത്. ഓംലെറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ ഇരുന്ന കാര്യം, അത് നമ്മുടെ ബിസിനസ് ക്ലാസ്സുകാർക്കും ഫസ്റ്റ് ക്ലാസ്സുകാർക്കും മാത്രം ഇരിക്കുന്നൊരു ഏരിയയാണ്. അപ്പം നമ്മളങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തപ്പം നമ്മൾ വേറൊരു താരത്തിനെ കണ്ടു. മേ ബി നിങ്ങൾ എൻ്റെ ഫോട്ടോയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അപ്പം ഇവിടെയാണ് നമ്മളെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ഫോട്ടോയൊന്നും എടുക്കാഞ്ഞത്. പിന്നെ അതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാണാൻ നമുക്ക് ഫ്ലൈറ്റ്സൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം പിന്നെ ബിസിനസ് ക്ലാസ്സുകാർക്ക് മാത്രമല്ല എയർപോർട്ട് ലോഞ്ചിൻ്റെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്നത്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ എയർപോർട്ട് ലോഞ്ചിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അവിടെ ഇരുന്നൊരു ഫോട്ടോ സെഷനൊക്കെ നടത്തുന്ന ആളെ കണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്, നമ്മുടെ കലാഭവൻ അബിയുടെ മോനാണ്. കലാഭവൻ അബിയുടെ മോൻ്റെ പേരെന്താണെന്ന് അറിയാലോ, ഷൈൻ നിഗം അല്ലേ. അപ്പം പുള്ളിയുടെ കൂട്ടത്തിൽ നമ്മളൊരു ഫോട്ടോ എടുത്താണ്. പുള്ളി എനിക്കൊരു സെൽഫിയൊക്കെ എടുത്തു തന്നു. അപ്പം ആദ്യം രാജേശ്വരി മസിലൊക്കെ പിടിച്ച് ഫോട്ടോയൊന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും പുള്ളി ഓടി വന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, 3 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം അത് ലിഫ്റ്റ് വഴി നമ്മൾ മുകളിലത്തെ 3rd ഫ്ലോറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എർത്ത് ലോഞ്ച് എന്നാണ് പേര് കേട്ടോ. ഇതാണ് കാണാമല്ലോ. അപ്പം എർത്ത് ലോഞ്ചിന് നമ്മൾ ലിഫ്റ്റ് വഴി താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം, എയർ ഇന്ത്യയുടെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് കഴിയുമ്പോൾ അവർ സ്കാൻ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ, റുപ്പി കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ ഒരു 1 റുപ്പിയിൽ നിന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ മേടിക്കുക. അതാകുമ്പോൾ വെയിറ്റിൽ കൂട്ടത്തുമില്ല, നമുക്ക് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ വരും. നമ്മൾ പോരുന്ന ഫ്ലൈറ്റിൻ്റെ പേരാണ് A149 എയർ ഇന്ത്യ. അപ്പം ലണ്ടൻ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ മൊബൈലിലെ മെമ്മറി കാർഡുകളെല്ലാം മെമ്മറിയിൽ സ്പേസ് എല്ലാം തീരുന്നതുകൊണ്ട് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയതിൻ്റെ വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പം എനിക്ക് നമ്മുടെ എയർപോർട്ട് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് തോന്നി കേട്ടോ. സാധാരണ
നമ്മുടെ നാട്ടിൽ വരുമ്പം എന്താ പറയുക ഭയങ്കര മെസ്സപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക ഒത്തിരി പുരോഗതി ഉണ്ടായി. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ടൈഡി ആൻഡ് നല്ല എൻവയൺമെൻറ്റ്, ചെടികളും പൂക്കളൊക്കെ വെച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്റ്റാഫാണെങ്കിലും വെൽ സപ്പോർട്ടായിരുന്നു. നമ്മുടെ ആക്ച്വലി ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിരുന്നത് ആക്ച്വലി ടൈം 1:30 എങ്ങാണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് അവരത് നമ്മൾ പോരുന്നതിന് കുറച്ച് ആളുകൾക്ക് മുമ്പ് അത് 12:30 ആക്കിയായിരുന്നു. എന്നിട്ട് അവസാനം ഫ്ലൈറ്റ് ലേറ്റായി. കറക്റ്റ് ടൈമിൽ ഒരു 1 അവർ ലേറ്റായിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്തത്. പക്ഷേ എന്നാലും നമ്മൾ 6:30 ആണ് ഒറിജിനൽ ടൈം, 7:30 ഒറിജിനൽ ടൈം പറഞ്ഞിരുന്നത്. അപ്പം 6:30 അവർ മുന്നോട്ടാക്കിയായിരുന്നു. എന്നിട്ട് സ്റ്റിൽ നമ്മൾ 7:45 അങ്ങോട്ട് പോയപ്പോൾ കറക്റ്റ് ടൈമിലായിരുന്നു, നേരത്തെ ചെന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ലേറ്റ് ആയിട്ടാണ്. ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു നമുക്ക് കൂടുതൽ നേരത്തെ വരേണ്ട, കാരണം വിഷുക്കണിയൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ നമുക്കത് മോരുമള്ളാണ് കേട്ടോ ഞാൻ മേടിച്ച് കുടിച്ചത്. നല്ല തണുത്ത മോരുമള്ള, എന്നാ സുഖം, നല്ല സംഭാരം, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എയർ ഇന്ത്യയിലായതുകൊണ്ടാണ് നമുക്കിതൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, നാട്ടിലേക്ക് തിരിച്ചു പോരുക, ഇനി തിരക്കാണല്ലോ, 2 ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടൊരു വിഷമം ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒക്കെ ഉണ്ട്. തക്കടുപ്പം എല്ലാം പരിശോധിക്കുകയാണ്. കാരണം നമ്മുടെ എപ്പോഴും നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, നമ്മുടെ ഈ TV വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ ഈ 10-11 മണിക്കൂർ നമ്മൾ ഈ ഫ്ലൈറ്റിനകത്ത് ഇരിക്കുമല്ലോ, വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലല്ലോ. അപ്പം നമുക്കല്ല ബോറടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പെർഫെക്റ്റായിട്ട്. പിന്നെ നമ്മുടെ മെനു ഒക്കെ കൊണ്ടു തന്നു. അവർ ഫുൾ മെനു ആണ് തരുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ കയറുമ്പം മുതലുള്ള ലഞ്ച്, ഡിന്നറ്, പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു മെനു ആണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മളിത് ഇവിടുന്ന് കയറി നമ്മൾ രാത്രിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്, 7:45 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ ഫുഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് എന്താ പറയുക, ലൈക്ക് ഡ്രിങ്ക്സിൻ്റെ തന്നെ ഒരു പാക്കറ്റ് ഉണ്ട്. ലൈക്ക് ആർക്കെങ്കിലും ആൽക്കഹോളൊക്കെ വേണമെങ്കിൽ പിന്നെ ജ്യൂസ് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പം അവരത് കൊണ്ടുതരും. നമുക്കത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, ആദ്യം നമുക്കൊരു എന്താ പറയുക ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ കേർഡ് അത് നമുക്ക് കൊണ്ടുതരും. അത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു വൈപ്സ് കൊണ്ടുതരും. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്യുകയാണ്. അപ്പം ഇനി എന്നാണ് നെക്സ്റ്റ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമുക്കവിടെ ഒരു 3 ഇങ്ങനെ നമ്മുടെ ഇടുന്ന ഒരു മാറ്റ്, പിന്നെ ബ്ലാങ്കറ്റ്, പിന്നെ അല്ലാതെ ഒരു ഷോൾ ഒക്കെ ഉണ്ട് നമുക്കവിടെ. അപ്പം നമുക്കതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നമുക്കൊരു സ്ലിപ്പേഴ്സ് കൊണ്ടു തന്നു. അപ്പോൾ ആ സ്ലിപ്പേഴ്സ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കത് വീട്ടിൽ കൊണ്ടുവരാൻ കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് സ്ലിപ്പർ കിട്ടിയില്ല, സോക്സ് മാത്രമേ കിട്ടിയുള്ളായിരുന്നു. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും സ്ലിപ്പറുണ്ട്. അപ്പം നമുക്ക് ഇത് ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകാം. പിന്നെ നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് വെരി കംഫർട്ടബിൾ. നമ്മൾ ഷൂസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ഇരിക്കുമ്പോൾ നമുക്ക് കാലിനൊക്കെ ഒത്തിരി വേദന എടുക്കത്തില്ലേ. അതുപോലെ തന്നെ ഒരു പൈജാമയും കാര്യങ്ങളും തരും. അങ്ങോട്ട് പോയപ്പോഴും നമുക്ക് പൈജാമ കിട്ടിയായിരുന്നു.
അപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോഴും കിട്ടി. അപ്പം നമുക്കത് വേണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് ഈ കുറേ പൈജാമ സെയിം തന്നെയാകുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കില്ലേ. എപ്പോഴും ബിസിനസ് ക്ലാസ്സിൽ പോയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്നും എക്കോണമി ക്ലാസ്സിൽ പോകുന്നത്, ഇനി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ പോകാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് കേട്ടോ. എന്തെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ട് തന്നു. അപ്പം ഞാൻ ഉടുപ്പൊക്കെ ചേഞ്ച് ചെയ്ത് പൈജാമയൊക്കെ ഇട്ട്, കാരണം അല്ലെങ്കിൽ ദേഹം മൊത്തം മെസ്സപ്പാക്കും ഞാൻ. അപ്പം അത് കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ലഞ്ച് വന്നു. പരിപ്പ് കറി, മോര്, പിന്നെ എന്താ അച്ചാർ, നല്ല സൂപ്പർ അച്ചാറായിരുന്നു. ചിക്കൻ ടിക്കയായിരുന്നു തോന്നുന്നു. എനിക്കാണെങ്കിൽ വലിയ വിശപ്പൊന്നുമില്ല. ചപ്പാത്തി, കുറേ ഫുഡാണ്, നമുക്ക് കഴിക്കാൻ പറ്റാത്തടത്തോളം ഫുഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയാൽ മേഘത്തിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി, മൈ ഗോഡ്, എന്തൊരു രസമാണ് കാണാൻ. ഞാനിത് കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോഴതെന്തേ നമുക്ക് പതുക്കെ ഇരുട്ടൊക്കെ ആകുന്നത്, അവിടെ നമ്മളൊക്കെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ റീഡ് ചെയ്യാം. കാരണം ബാക്കി ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്യും. എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങുകയാണ്. ഇത്രയും മണിക്കൂറിലെ ഉറങ്ങിയും ഭക്ഷണം കഴിച്ചും സിനിമ കണ്ടുമൊക്കെയാണ് നമ്മുടെ സമയം കളയുന്നത്. ഇതുകൊണ്ട് മേഘത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പറത്ത് കഴിയുമ്പോഴത്തേക്ക് മേഘം നമ്മൾ ഈ സ്നോ കിടക്കുന്ന പോലെ തോന്നുന്നില്ല, ഇങ്ങനെ തൊടാനൊക്കെ നമുക്ക് തോന്നുവേ. അപ്പം ആ ലൈറ്റാണ് നമ്മളൊരു ഒരു ഉറക്കത്തിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കളറാണ്, ഒരു നീല കളർ. നല്ല കളറല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാനിത് എൻജോയ് ചെയ്യുന്ന പോലെ നിങ്ങളും ഇത് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷയാണ് കേട്ടോ ഞാൻ എൻ്റെ മെമ്മറിയൊക്കെ കളഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇനി ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ. കഴിഞ്ഞ് നമുക്ക് അതേ വൈകിട്ടത്തെ ഫുഡ് വന്നു കേട്ടോ. ഇത് കുറേ ഫ്രൂട്ട്സും ക്രീമും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. എനിവേ ഞാനിതൊന്നും അധികം കഴിച്ചില്ല, കാരണം നമുക്ക് ഫുഡ് കഴിച്ച് തന്നെ മടുത്തു. അതുപോലെ ഫുഡായിരുന്നു. അപ്പം എല്ലാവരും ഒരു 1-2 ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞാനൊരു 1-2 സിനിമയൊക്കെ അവിടെ ഇരുന്ന് കണ്ടു. പിന്നെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും. എന്നിട്ട് ഞാൻ കിടക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കിനി ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ മൊത്തം വായിച്ചു. പിന്നെ കുറേ നേരം ഗെയിംസ് കളിച്ചു. പിന്നെ കുറേ നേരം എന്താ പറയുക, മ്യൂസിക് പ്ലേ ചെയ്തിട്ട് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങി നോക്കി. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്തു. എന്നിട്ടും എനിക്ക് വലിയ ഉറക്കമൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോഴത്തേനും നമുക്ക് കാണാം നമ്മുടെ സൺ സെറ്റായി. അപ്പം നമ്മൾ സപ്പോസ് ടു ബി 6:30-ക്ക് വരണ്ടായിരുന്നു, പിന്നെ അത് 7:30-ക്ക് വരണ്ടായിരുന്നു. എനിവേ നമുക്ക് കാണാം ഫ്ലൈറ്റ് ലേറ്റാണ്. പിന്നെ ഫ്ലൈറ്റ് അധികം ഭയങ്കര സ്പീഡിലാണ് ഫ്ലൈ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയില്ല. വളരെ പതുക്കെയാണ് പോയെന്നാണ് എനിക്ക് കേട്ടോ തോന്നിയത്. അങ്ങോട്ടും ഇപ്പോൾ നല്ല സ്പീഡിലും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടർബുലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുടുങ്ങി നമ്മൾ പോയത്. അപ്പം ഇതാണെങ്കിൽ നമ്മൾ ഫ്ലൈ ചെയ്യുവാന്ന് തോന്നാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് എനിക്കറിയില്ല. എനിവേ ഫ്ലൈയിങ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. സമയം എടുത്തെങ്കിലും കേട്ടോ. അപ്പം എല്ലാവരും ഫ്രഷൊക്കെ ആയി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു. അവർ നമുക്കൊരു കിറ്റ് തരുവേ, അതിൻ്റെ തക്കുടും എപ്പോഴും കിടന്നുറങ്ങുക. തക്കുടും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് കിടന്നുറങ്ങുവാണേ. അപ്പം നമുക്ക് അതിനകത്തൊരു ബോക്സ് ഞാൻ കാണിച്ചു തന്നു. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് തന്ന പോലെ പേസ്റ്റ്, ബ്രഷ്, ഫേസ് ക്രീം, ഫേസ് സ്പ്രേ, മിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തുടങ്ങി ഒരു കിറ്റ് തരും. അപ്പോൾ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. അത്രയും ലഗേജ് കൊണ്ടുപോകണ്ട. എനിക്ക് പേസ്റ്റ്, ബ്രഷ് അങ്ങനെയൊക്കെ നമ്മൾ ക്യാബിൻ ലഗേജ് കൊണ്ടുപോകില്ല, അതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പൈജാമ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ വെള്ളമാണെങ്കിൽ നല്ല സൂപ്പർ ഹിമാലയൻ വാട്ടറാണ്. നല്ല ഹിമാലയൻ വാട്ടർ എന്ന് എഴുതിയ ബോട്ടിലാണ്. നല്ല വെള്ളമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ എത്തുകയാണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നാട്ടിലേക്ക് പോയത് ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്ന്. പിന്നെ പോയത് നമ്മൾ ഓസ്കിയുടെ എക്സാമൊക്കെ എഴുതാനായിട്ടാണ്. അല്ലാതെ ഞാൻ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല. ബിക്കോസ് ഈ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഗാറ്റ്വിക്ക് എയർപോർട്ടിലേക്ക് എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ നമ്മുടെ ഹീത്രൂ എയർപോർട്ടിൽ നിന്നായിരുന്നു. എനിക്ക് ഹീത്രൂ എയർപോർട്ടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇതാണെങ്കിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അന്ന് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഹൊറിബിളായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ടെർമിനൽ 2 വേറൊരു ടെർമിനലായിരുന്നു, നോർത്ത് ടെർമിനലായിരുന്നു തോന്നുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ടെർമിനലൊക്കെ ചേഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ ശരിക്കും സ്കെയറായി. ഫ്ലൈറ്റിൽ കയറാൻ വന്ന് ട്രെയിനിൽ കയറേണ്ടി വന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ പേടിച്ചിറങ്ങി പോകുന്നതും, പിന്നെ എസ്കലേറ്റർ ഭയങ്കര ലോങ് എസ്കലേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ലഗേജുകളൊക്കെ താഴെ പോയി. അങ്ങനെ കുറേ വിയേർഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ട് ഗാറ്റ്വിക്ക് എയർപോർട്ട് എനിക്കെന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നമുക്കൊരു കുഴപ്പമുണ്ടായാലും എല്ലാം നല്ല സൂപ്പറായിട്ട് നടന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് താമസിച്ചതെന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ റിസീവ് ചെയ്യാൻ വന്ന
കാറൊരു വളരെ കുഞ്ഞു കാറായിരുന്നു. അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം കൂടെ കയറും എന്നുള്ളൊരു ടെൻഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ ജേർണിയും നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളെല്ലാം നന്നായിട്ട് നടന്നു. അപ്പം നമുക്ക് കാണാം കുറേ ഫ്ലൈറ്റ്സ് വരുന്നു പോകുന്നു. കുറേ പേര് ഇങ്ങോട്ട് യു കെയിലേക്ക് വരുന്നത് പുതിയ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ്. ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഫാമിലീനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുമൊക്കെ. അപ്പം അവർക്കൊക്കെ നമ്മൾ ഈ എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. നമുക്ക് പിറ്റേ ദിവസം വിഷുവാണ്, നമുക്ക് നമ്മുടെ സമാജത്തിലെ ആൾക്കാരെ എല്ലാം കാണാം, വിഷു പരിപാടികൾ കാണാം, നാളെ നല്ലൊരു ദിവസമായിരിക്കുമല്ലോ എന്നൊരു സന്തോഷത്തോടെയാണ് നമ്മൾ പറഞ്ഞിറങ്ങുന്നത്. പിന്നെ നമ്മൾ ഇത്രയും അതികഠിനമായ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമ്മൾ നേരെ പറന്നിറങ്ങുന്നത് 5 ഡിഗ്രിയിലേക്കാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു 15 ഡിഗ്രി കണ്ടിട്ടേ ഇല്ല നമ്മൾ. ഇപ്പോഴും 9 ഡിഗ്രിയാണ്. നമ്മൾ ഗാർഡനൊക്കെ വിത്തുകളൊക്കെ പാകാൻ വേണ്ടി നാട്ടിൽ നിന്ന് കുറേ വിത്തുകളൊക്കെ മേടിച്ചോണ്ട് വന്നു. നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ അഗ്രികൾച്ചർ ഫാമിൽ നിന്ന്. അതൊന്നും ഒന്ന് കുഴിച്ച് വെക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല, അത്രയും തണുപ്പാണ്. നമ്മൾ ഹോട്ട് വേഴ്സ്റ്റ് കോൾഡ് എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെർമിനലിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലഗേജൊന്നും ഒത്തിരി ബുദ്ധിമുട്ടിയൊന്നും വന്നില്ല കേട്ടോ. ഒരുമാതിരി നേരത്തെയൊക്കെ വന്നു. പിന്നെ ബിസിനസ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് പ്രയോറിറ്റി ടാഗൊക്കെ കിട്ടും. പക്ഷേ ചില സമയത്ത് പ്രയോറിറ്റി ടാഗ് അത്ര ഇതാണോ എന്നെനിക്ക് തോന്നുന്നില്ല. ബാക്കി ആൾക്കാരുടെ ലഗേജുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഗേജ് ഞാൻ കണ്ടത്. അത് വലിയ എന്താ പറയുക വേർത്തല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ എല്ലാവരുടെയും വരുന്നൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അക്രോർഡിംഗ് ടു ദ പോളിസി നമ്മുടെ പൈസ നമ്മൾ നമ്മളെ ചാർജ് ചെയ്യുന്നത് വൺ ഓഫ് ദി ബെനിഫിറ്റായിട്ട് അവർ പറയുന്നത് പ്രയോറിറ്റി ടാഗ് ഇട്ട് നിങ്ങളുടെ ലഗേജ് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. പ്രയോറിറ്റി ബോർഡിങ് പോലും എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പോകുന്നപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് നടന്നില്ല എന്ന് എനിക്ക് തോന്നി. മീൻസ് ബോർഡിങ്ങിന് സമയത്തിട്ട്, അല്ലാത്തെല്ലാം നമുക്ക് പെട്ടെന്നായിരുന്നു. ബോർഡിങ്ങിന് സമയത്ത് വേറെ ആൾക്കാർ കയറിയിട്ട് ആണ് നമ്മളെ വേറെ ഒരു 1-2 പേര്, നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അത് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പം അവരെ ഒന്ന് കയറിയിട്ട് നമ്മൾ 3ാമത് കയറി കിട്ടും, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാവരും പറയുന്ന പോലെ എയർ ഇന്ത്യ അങ്ങനെ ബോറൊന്നും അല്ലായിരുന്നു. ഞാൻ കേട്ടേക്കുന്നത് എയർ ഇന്ത്യ വേഴ്സാണ് അങ്ങനെ എനിക്കും എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിൽ പോകുന്നപ്പം, ഡൽഹി വഴി പോകുന്നപ്പോൾ എനിക്ക് എയർ ഇന്ത്യ ഞാൻ അന്ന് ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ ഈ ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എയർ ഇന്ത്യയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഫെസിലിറ്റീസ് എല്ലാം വളരെ വേസ്റ്റായിരുന്നു. ഫുഡ് വേസ്റ്റായിരുന്നു. ഇപ്പം കമ്പനിയൊക്കെ നമ്മുടെ ആളിലുണ്ടല്ലോ, അംബാനി എടുത്തുനിന്നാണല്ലോ പറയണേ, ടാറ്റയൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ എന്താണ് പറയണേ എന്താവും. അപ്പം അതുകൊണ്ടെല്ലാം അപ്ഡേറ്റ് ചെയ്തു വരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇതാണല്ലോ, അപ്പം അതൊക്കെയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറെ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഒത്തിരി വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് പറയുന്നതും നമ്മുടെ ഇതിനോട് പറയുന്നതും എല്ലാം സെയിം തന്നെയല്ലേ. അപ്പം നമ്മുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. കാരണം യു കെന്ന് കേരളത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നവരുടെ ഏറ്റവും നല്ല ഒരു അനുഗ്രഹമാണ് നമുക്ക് ഈ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് കയറി നമ്മൾ അവിടെയും എയർപോർട്ടിൽ കണക്ഷൻ ഫ്ലൈറ്റിലും 3 hours നിന്ന് പിന്നെയും ചെക്ക് ഇൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് യങ് ടൈമിൽ ഇതൊക്കെ നടക്കും. നമുക്ക് പ്രായമായി വരുന്തോറും നമുക്ക് കുറേ നേരം ഇരിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യമേ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞായിരുന്നു എത്രയാണ് ടോട്ടൽ കോസ്റ്റ്. അറൗണ്ട് 9,000 pound ആയിട്ടോ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 3 പേർക്ക്. അപ്പം പക്ഷേ അതിന് ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ 10% ആണ് നമ്മൾ ആദ്യം പൈസ പേ ചെയ്തത്. അത് കഴിഞ്ഞ് പോരുന്നതിന് 15 ദിവസം മുമ്പാണ് നമ്മുടെ ബാക്കി പൈസ മൊത്തം കൊടുത്തത്. സൗത്ത് ഹോൾ ട്രാവൽസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര വലിയ ബേർഡനായിട്ട് തോന്നിയില്ല. നമുക്ക് കുറച്ച് പൈസയായിട്ട് സേവ് ചെയ്യാം, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മതി. അപ്പം ബിസിനസ് ക്ലാസ്സിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ടാണേലും ഒന്ന് പോവുക, ഒന്ന് ഫ്ലൈ ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കുറേ വർഷം എക്കണോമിയിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ വൺസ് ഇൻ എ ലൈഫിലൊന്ന് ട്രാവൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളിവിടെ ലഗേജൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തു. നമ്മളപ്പം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുവാണ്. അപ്പം വന്നപ്പം നല്ല രാത്രിയായി. അപ്പം
അപ്പം നമുക്ക് ഫുഡൊന്നും നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്ത് കൊണ്ടുവന്നില്ല. സാധാരണ ഫുഡ് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും നടന്നില്ല. ഞങ്ങൾ വന്നിട്ടൊരു ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇതൊക്കെയാണ് നമുക്ക് എയർ ഇന്ത്യയിൽ കിട്ടിയ ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ബട്ടറാണ് കേട്ടോ, ബട്ടർ ബ്രെഡ്, നല്ല സൂപ്പർ ബ്രെഡൊക്കെ ആയിരുന്നു. ഡെക്കറേഷനൊക്കെ സൂപ്പറായിരുന്നു. ആ ഒരു കുഞ്ഞു പാത്രമൊക്കെ നല്ല ഭംഗിയായിരുന്നു. അത് ചപ്പാത്തിയും ഒക്കെയാണ്, 2 ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ, ഇത് നമ്മുടെ കപ്പുച്ചീനോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പോപ്കോണ്, പിന്നെ കുറേ നട്ട്സ്, എപ്പോഴും നമുക്ക് നട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും വയറ് നിറച്ച് 2 പ്രാവശ്യം ഒരു നട്ട്സ് തരുന്നുണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. പിന്നെ കുറച്ച് ബീട്രൂട്ടൊക്കെ ആയിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായിരുന്നു എന്നുള്ള കറക്റ്റ് മറന്നുപോയി കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ കുറച്ച് പിക്ചേഴ്സ് എടുത്തത്. അപ്പോൾ വിഷ്ണുവും ഞങ്ങൾ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പം എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം വിഷുക്കണി വെക്കേണ്ട കൊണ്ട് തന്നെ മരുമാമൻ കൊണ്ട് തന്നതാണ് നമ്മുടെ കണിക്കൊന്ന പൂക്കൾ കേട്ടോ. അതൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം എന്താ പറയുക, ഇത് വിഷ്ണുവിൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പം പുള്ളിക്കാരൻ എയർപോർട്ട് ഓട്ടോ കൊണ്ട്, അല്ലാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ വണ്ടികളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പം നല്ല പൈസ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ തരും. അപ്പം നമുക്ക് 2 കസിൻസ് ഉണ്ട്, വിഷ്ണു ആൻഡ് അതുൽ. 2 പേർക്കും ഇങ്ങനെ വണ്ടികളൊക്കെ റെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം, കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് 10.5 hours ആയിരുന്നു നമ്മുടെ ഫ്ലൈയിങ് ടൈം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഷൈനികത്തിനെ കുറിച്ചൊന്നും 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിരുന്നു. ചില സിനിമാ നടന്മാരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ചെല്ലുമ്പം, എക്സ്പെഷ്യലി പൃഥ്വിരാജിൻ്റെയൊക്കെ ജാടകളൊക്കെ നമ്മൾ കാണാറുണ്ട് ടി വിയിലൊക്കെ. അപ്പം അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ മനുഷ്യനാണ് പൃഥ്വിരാജ്. ഇവനെയും കൂടെ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് ആൾക്കാരൊക്കെ ചോദിക്കും. പക്ഷേ എങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെയുള്ള ജാടകൾ പലർക്കുമുള്ളത് നമ്മളൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ ഷൈൻ ഞാൻ എപ്പോഴും പറയുന്നത്, ഷെയ്ൻ ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാ മനുഷ്യരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് പുള്ളിക്കാരൻ എല്ലാവർക്കും സെൽഫി എടുത്ത് കൊടുക്കുന്നു. പറ്റില്ല എന്നൊരു വാക്ക് ഒരാളോടും പറഞ്ഞു മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ഫുൾ ടൈം സ്മൈലി ഫേസ് ആയിരുന്നു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, എന്തൊരു ഹമ്പിൾ ആൻഡ് സിമ്പിളായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ എപ്പോഴും ആയിരിക്കട്ടെ, അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. മീൻസ് ഇടയ്ക്ക് ഞാൻ കേട്ടു പുള്ളി ഭയങ്കര അഹങ്കാരിയാണ്, സിനിമയ്ക്കൊന്നും കറക്റ്റ് സമയത്ത് വരത്തില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നേരിൽ കണ്ടപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. തക്കടിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇത് ആരാണെന്നൊക്കെ. തക്കടിന് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അതിലൂടെയൊക്കെ ഞങ്ങളോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഷെയ്ൻ അതിലൂടെ എല്ലാം പോയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തപ്പം ഞാനാണെങ്കിൽ രാഷ്ട്രീയ പറഞ്ഞു നമുക്കൊന്ന് പോയി ഫോട്ടോ എടുക്കാം. രാഷ്ട്രീയ വേണ്ട, നാണക്കേട്, അങ്ങനെയൊന്നും പോയി ഫോട്ടോ ഒന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ടൈമിലാണ് ഞാനിന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേനും പുള്ളീനെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമിച്ചു. ഒന്ന് കണ്ടിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. നമുക്കിതൊക്കെ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഫുഡുകൾ, നിങ്ങളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയയുടെ കുറച്ചങ്ങ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ക്വയറ്റ് ഉണ്ട്. അവിടെ പോയി നമുക്കൊരു സോഫ ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, പാട്ട് കേൾക്കാം, ക്വയറ്റായിട്ടിരിക്കുക, സ്മോക്ക് ചെയ്യുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും അവിടെ ഇരുന്നപ്പോഴത്തേനുമാണ് നമ്മുടെ ഷെയ്ൻ അതിലെ കൂടെ കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കുമായിരുന്നു. അപ്പോഴത്തേനും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടി ഫോട്ടോ എടുക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫോട്ടോസൊക്കെ പിന്നെയും കാണിക്കണത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതാണല്ലോ നമ്മുടെ ആന, വെഞ്ചാമരം ഉത്സവം, തൃശ്ശൂർ പൂരമൊന്നും കൂടാൻ പറ്റിയില്ല, തുടക്കമായിരുന്നു. അപ്പോൾ ഇനിയുള്ള ടൈമിലൊക്കെ ഓരോ നമ്മുടെ ഫെസ്റ്റിവലും പള്ളിയിലും പെരുന്നാളുകളും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ അതിനൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ നാട്ടിലത്തെ അമ്പലത്തിൽ ഞാൻ ഉത്സവം കൂടി. എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞ 22 വർഷത്തിന് ശേഷം എങ്ങാണ്ടാണ്, 22 അല്ല, ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ തന്നെ അതൊന്നും പിന്നെ ആ സമയത്തൊന്നും നമുക്ക് വരുന്ന സമയമായിരുന്നില്ലല്ലോ. അപ്പോൾ ഒക്കെ മിസ്സായി പോയതാണ്. എനിക്കൊന്ന് ഞാൻ 17 വയസ്സിന് ശേഷം ഇപ്പോഴാണ്, ഈ 42 വയസ്സായപ്പോഴാണ് ഈ ഉത്സവങ്ങളൊക്കെ കൂടാൻ പറ്റുന്നത്. അപ്പം ഞാനതൊക്കെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അമ്പലത്തിലെ ഉത്സവം എനിക്ക് കൂടാൻ പറ്റി, അത് എന്നെ
സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അപ്പം ഞാനൊന്നും കൂടി ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ നിന്നല്ല എല്ലാവർക്കും നമുക്ക് ആക്സസ് ചെയ്യാം. നിങ്ങളുടെ കാർഡിൽ എയർപോർട്ട് ലോഞ്ചിൻ്റെ ആക്സസ് ഉണ്ടായാൽ മതി. അതിനകത്തായിട്ട് കുറച്ച് ഡിപ്പോസിറ്റ് എന്തോ വേണമെന്ന് തോന്നുന്നു. 1 റുപ്പി നിങ്ങളുടെ നിങ്ങളുടെ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ 1 പൗണ്ടാണ് 1 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം. പിന്നെ മേ ബി ബിസിനസ് ക്ലാസ് ഓർ ഫസ്റ്റ് ക്ലാസ്സിന് വേറെ എന്തെങ്കിലും ഉള്ള ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഫുഡ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. കാരണം നമ്മൾ അവിടെ പോയി എയർപോർട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുന്നതിൽ പകരം നമുക്ക് റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ കടന്നു പോകുന്ന വഴികളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവങ്ങളുമാണ്. അതുപോലെ തന്നെ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എൻ്റെ ഷോപ്പിങ്ങുകളിൽ നമുക്ക് പ്രെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഉണ്ടായിരിക്കും. അതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം അവനവൻ്റെ മത ആചാരപ്രകാരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കുന്നത്. അപ്പം ഞാനിടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബായ്.